Once again, welcome back to KCS Classes. KCS Classesന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ ക്രിസ്മസ് ആയിട്ട് നിങ്ങളുമായിട്ട് എനിക്ക് കൺവേ ചെയ്യാനുള്ളത്. നമുക്കറിയാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന കുട്ടികൾ വളരെ വർഷങ്ങളായിട്ട് ഫേസ് ചെയ്തിരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോബ്ലമാണ് എക്സാം കഴിഞ്ഞതിന് ശേഷം റിസൾട്ട് വരാനെടുക്കുന്ന സമയം. പലപ്പോഴും ഒരുപാട് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, എക്സാം കഴിയുന്നു, അതിൻ്റെ വാല്യുവേഷൻ നടക്കാൻ ഒരുപാട് സമയമെടുക്കുന്നു. പലപ്പോഴും 3 ഇയറിൻ്റെ കോഴ്സ് 4 വർഷമായിട്ടും 5 വർഷമായിട്ടും കുട്ടികൾക്ക് പോകുന്നു. സോ ഒരുപാട് കുട്ടികൾ ഈ ഒരു കഷ്ടത അനുഭവിച്ച് പോയിട്ടുള്ളതാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിട്ട്. ഇങ്ങനൊരു ഇഷ്യൂ ഉള്ളത് കൊണ്ട് തന്നെ പലരും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കാണ്ട് മറ്റ് യൂണിവേഴ്സിറ്റിയിലോട്ട് ക്രെഡിറ്റ് ട്രാൻസ്ഫർ നടത്തിയിട്ടുള്ളവർ ഒരുപാടാണ്. സോ ഇതിനൊക്കെ ഒരു പരിധി വരെ, ഒരു പരിധി എന്നല്ല, ഇതിനൊക്കെ ഒരു അറുതി വന്നിരിക്കുകയാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് ഒരു ചരിത്ര നേട്ടം തന്നെയാണ് ഇന്നലെ ചെയ്യാൻ സാധിച്ചേ. 5th സെമസ്റ്റർ BCom BBA അല്ലെങ്കിൽ UG റിസൾട്ട്സ് 19 പ്രവൃത്തി ദിവസങ്ങൾ കൊണ്ടാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബാർകോഡ് സിസ്റ്റം എന്ന് പറയുന്ന പുതിയൊരു സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തതിലൂടെ അവർക്ക് അനൗൺസ് ചെയ്യാൻ സാധിച്ചത്. അപ്പോൾ നമുക്ക് എന്തായാലും ആ ഡീറ്റെയിൽസിലോട്ട് പോകാം. അതിനൊരു പിക്കൊക്കെ യൂണിവേഴ്സിറ്റി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതാണ് 19 പ്രവൃത്തി ദിവസത്തിൽ ബിരുദ പരീക്ഷാ ഫലം ബാർകോഡ് സംവിധാനത്തിലൂടെ ചരിത്രം സൃഷ്ടിച്ച് കാലിക്കറ്റ് സർവകലാശാല. ഇത്രയും സ്പീഡിൽ ഇതുവരെ റിസൾട്ട് വന്നിട്ടില്ല. കേരളത്തിൽ ആദ്യമായി ബാർകോഡ് അധിഷ്ഠിത സംവിധാനത്തിലൂടെ ബിരുദ പരീക്ഷാ ഫലം അതിവേഗം പ്രസിദ്ധീകരിച്ച് കാലിക്കറ്റ് സർവകലാശാലയുടെ ചരിത്ര നേട്ടം. അഫിലിയേറ്റഡ് കോളേജിലെ റെഗുലർ വിദ്യാർത്ഥികളുടെ 5ാം സെമസ്റ്റർ ബിരുദ ഫലമാണ് 19 പ്രവൃത്തി ദിവസം കൊണ്ട് പുറത്തുവിട്ടത്. നവംബർ 13 മുതൽ 30 വരെയായിരുന്നു പരീക്ഷ. 5,12,461 ഉത്തരക്കടലാസുകൾ കേന്ദ്രീകൃത മൂല്യനിർണ്ണയ സംവിധാനത്തിലൂടെ 150 ക്യാമ്പുകളിലായി 7000ഓളം അധ്യാപകർ മൂല്യനിർണ്ണയം നടത്തി. ദെൻ അതിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നതിൻ്റെ ഒരു പിക്ക് കൂടി അവരിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വളരെ ആശ്വാസം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. വരും റിസൾട്ടുകളും നിങ്ങൾക്ക് നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ എക്സാമിന് ശേഷം വരികയാണെങ്കിൽ 3 ഇയറിൻ്റെ കോഴ്സ് കറക്റ്റായിട്ട് അവസാനിപ്പിക്കാനും അതുപോലെ തന്നെ സ്റ്റുഡൻസിനാണെങ്കിലും ബേർഡൻ എന്ന് പറയുന്നത് ഒരുപാട് കുറയ്ക്കാൻ സാധിക്കും. പലപ്പോഴും ഒരു സെമസ്റ്റർ കഴിഞ്ഞ് ദെൻ അടുത്ത വർഷം ഇപ്പോൾ 4th സെമസ്റ്ററൊക്കെ ആകുമ്പോഴാണ് ആദ്യത്തെ സെമസ്റ്ററിൻ്റെ ഒക്കെ റിസൾട്ട് വരുന്നത്. ടച്ചൊക്കെ ആകെ പോവാണ്. അപ്പോൾ ഇങ്ങനെ കുട്ടികൾ ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇനി ഈ ഒരു ബാർകോഡ് സിസ്റ്റം വന്നതിലൂടെ ഇതൊക്കെ പരിഹരിച്ച് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നടക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി 5th സെമസ്റ്ററിൻ്റെ SDA സ്റ്റുഡൻസിൻ്റെ ഇതുപോലെ റിസൾട്ട് വരാനുണ്ട്. അത് അതിൻ്റെ വാല്യുവേഷൻ ആരംഭിക്കുന്നേ ഉള്ളൂ. സോ അതും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ദെൻ 3rd സെമസ്റ്റർ വരുന്നുണ്ട്, ദെൻ 6th വരുന്നുണ്ട്. അപ്പോൾ ആശങ്കകളൊക്കെ മാറ്റി യൂണിവേഴ്സിറ്റി പെട്ടെന്ന് തന്നെ ഇതൊക്കെ നടത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ക്രിസ്മസ് ആയിട്ട് ഒരു ക്രിസ്മസ് സമ്മാനം തന്നെയാണ് യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസിന് നൽകിയത്. ഇനി 3rd സെമസ്റ്റർ എക്സാംസ് ആണ് നെക്സ്റ്റ് മന്ത് വരുന്നത്. വളരെ കുറച്ച് ദിവസമാണ് ഉള്ളത്. നല്ല രീതിയിൽ പഠിക്കുക, എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക. നമ്മൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ് ചാനലിൽ. സോ നിങ്ങൾക്ക് സ്മാർട്ട് സ്റ്റഡിക്ക് വേണ്ടിയിട്ട് അതൊക്കെ ഹെൽപ്ഫുള്ളായിരിക്കും. ദെൻ ഓരോ പാർട്ടിലും ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളുടെ വീഡിയോ, എക്സാമിനേഷൻ ടിപ്സ്, ഇതൊക്കെ നമ്മുടെ ചാനലിലൂടെ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ദെൻ നമ്മൾ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് 3rd സെമസ്റ്റർ BComലെ അതുപോലെ BBA സ്റ്റുഡൻസിന് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്, ദെൻ BBA സ്റ്റുഡൻസിന് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, ഇതൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ സ്ഥാപനത്തിൽ പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സിന് വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. എല്ലാ സെമസ്റ്ററിലെയും പ്രോബ്ലം പേപ്പേഴ്സിൻ്റെ ക്ലാസ്സസ് അവൈലബിൾ ആണ് കേട്ടോ. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.